എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ ഈ അഭിമുഖത്തിൽ പ്രതിപാദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗ്ലോബൽ വാർമിംഗ്, പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള മാധവ് ഗഡ്ഗിൽ, കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾക്ക് അതിൻ്റെയൊക്കെ ഒരു വിശകലനമാണ്. അത് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. പലപ്പോഴും നമ്മൾ പല വിവാദങ്ങളിൽ, പല ടി വി അല്ലെങ്കിൽ മാസ് മീഡിയയിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് മാധവ് ഗഡ്ഗിൽ അല്ലെങ്കിൽ കസ്തൂരി രംഗൻ എന്ന് പറയുന്ന പ്രോഗ്രാംസ്. അപ്പോൾ ഇന്നത്തെ ഈ ഞങ്ങളുടെ ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. എന്തുമാത്രം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് നൽകുവാൻ പറ്റുമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ശ്രമം മാത്രമാണ്. ഈ ദിവസങ്ങളിൽ വയനാട്ടിൽ നടന്നത്, അതിനു മുമ്പ് ഷിരൂരിൽ നടന്ന അർജുൻ എന്ന സഹോദരൻ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിട്ട് ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല. അതും ഒരു പ്രകൃതി ദുരന്തമായിരുന്നു. പ്രകൃതിയിൽ നടക്കുന്ന ദുരന്തങ്ങൾ മനുഷ്യന്റെ പ്രവൃത്തികളോട് എത്രമാത്രം ബന്ധമുണ്ട് എന്നൊരു അന്വേഷണവുമാണിത്. ഈ അഭിമുഖത്തിൽ പങ്കുചേരുവാൻ നമ്മളോടുകൂടി ചേരുന്നത് അഡ്വക്കേറ്റ് അനിൽ ബോസാണ്. എറണാകുളം ഹൈക്കോടതി അഭിഭാഷകനാണ്, കോൺഗ്രസ് വക്താവാണ്. നാഷണൽ കേരള ടെലിവിഷൻ ചാനലുകളിൽ സ്ഥിരം നമുക്ക് വേണ്ടി അദ്ദേഹത്തെ കാണുവാൻ സാധിക്കും. ഈ ഒരു ചർച്ചയിലേക്ക് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ അനിൽ ബോസ്, സ്വാഗതം. നമസ്കാരം. ഡോക്ടർ അഡ്വക്കേറ്റ്. അതോടൊപ്പം തന്നെ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കിൽ, പാറത്തോട് പള്ളി വികാരിയാണ്, ഹൈറേഞ്ച് സംരക്ഷണ സമിതി കൺവീനറാണ്, അതിൽ ചെയർമാൻ ആണ്. അപ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വാഗതം. വിഷയം വളരെ രീതിയിൽ നന്നായിട്ട് അറിയാവുന്നതാണ് ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കിൽ. അപ്പോൾ അദ്ദേഹം ഒരു ചെയർമാൻ എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങളിൽ വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെ ഇന്ന് നമ്മളൊരു സംസാര വിഷയമാക്കുന്നത് ഒരുപക്ഷെ ഈ ദുരന്തങ്ങൾക്കിടയിൽ പലരെയും കുറ്റം പറയുവാനാണെന്ന് നമ്മൾ ശ്രമിക്കും. എന്നാൽ ഈ കസ്തൂരി രംഗൻ അല്ലെങ്കിൽ നമ്മളുടെ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, ഇതൊക്കെ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് അച്ഛൻ്റെ ആ ഒരു വീക്ഷണത്തിലൊന്ന് പറയാമോ? ഇപ്പോൾ നമ്മൾ വളരെ വലിയൊരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. പറഞ്ഞതുപോലെ വയനാട്ടിലെ ഭീകരമായ, ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വലിയ ഒരു ഉരുൾപൊട്ടൽ, അതിൻ്റെ ഫലമായി നൂറുകണക്കിന് ആളുകൾ ജീവൻ നഷ്ടപ്പെട്ട, അനേകം കുടുംബങ്ങൾ വഴിയാധാരമായി പോയ പശ്ചാത്തലത്തിലാണ്. ആ ദുഃഖത്തിൽ തീർച്ചയായിട്ടും പങ്കുചേരുന്നു. ഷിരൂരിൽ നമ്മുടെ സഹോദരൻ അർജുൻ്റെ മൃതശരീരം പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വേദനയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിഷയം ഈ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ, ഇത് സാധാരണ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇതുപോലെയുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് ഗാഡ്ഗിൽ റിപ്പോർട്ട്, കസ്തൂരി റിപ്പോർട്ട്, ആ റിപ്പോർട്ടുകളുടെ പ്രസക്തി, അത് നടപ്പിലാക്കാൻ കഴിയാതെ പോയത്, ആ റിപ്പോർട്ട് നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായത് എന്ന നിലയിൽ ചില ആളുകളുടെ വ്യാപകമായ വ്യാഖ്യാനങ്ങൾ ഇതെല്ലാം വരുന്നുണ്ട്. അതൊക്കെ ഖേദകരമാണ്, പ്രത്യേകിച്ച് ഇതുപോലൊരു സാഹചര്യത്തിൽ. പക്ഷേ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ചർച്ച ചെയ്തിട്ട് മാത്രം കാര്യമില്ല, ചർച്ചകൾ ധാരാളം നടക്കുന്നുണ്ട്. പ്രായോഗിക സമീപനമാണ് ഉണ്ടാകേണ്ടത്. ഈ പ്രായോഗിക സമീപനം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായിട്ടും അത് വ്യത്യസ്തമായ രീതിയിലാണ് ഇതിനെ സമീപിക്കാൻ. ഇപ്പോൾ ഇവിടെ ഡോക്ടർ ജോസ് ഫിലിപ്പ് സൂചിപ്പിച്ചതുപോലെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെയും കസ്തൂരി റിപ്പോർട്ടിൻ്റെയും പ്രതിപാദനം ഉണ്ടായി. അത് 2010-ലും 2013-ലും വന്ന റിപ്പോർട്ടുകളാണ്. 2010-ൽ കമ്മിറ്റി വന്നു, 2011-ൽ കൊണ്ടുവന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടും 2013-ൽ വന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ടും. ഈ രണ്ട് റിപ്പോർട്ട് അതിന് 12-13 വർഷങ്ങൾ കഴിഞ്ഞു. അതിപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് വളരെ ഗൗരവമായ അഭിപ്രായങ്ങൾ ഒരു മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നിന്ന ആളെന്ന നിലയിൽ എനിക്കുണ്ട്. അതിൻ്റെ പേരിൽ ഇപ്പോഴും ധാരാളം ആക്ഷേപങ്ങൾ കേൾക്കുന്നുണ്ട്, അതിനെ എതിർത്തതിൻ്റെ പേരിൽ. പക്ഷേ ഈ എതിർത്ത ആളുകൾ, ഇപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളോ ഒന്നും പ്രകൃതി ചൂഷണം ചെയ്യണം എന്ന് ചിന്തിക്കുന്നവരോ അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണത്തിന് എതിരായി നിൽക്കുന്നവരോ ഒന്നുമല്ല. എന്നാൽ ഈ പശ്ചിമഘട്ട മേഖലയിലെ
അനേകം കോടി മനുഷ്യരുണ്ട്. അവർക്കുള്ള ജീവിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന വാദമുയർത്തി ഈ റിപ്പോർട്ടുകൾക്കെതിരെ നിലപാടെടുത്തവരാണ്. ആ നിലപാടുകളെ സംബന്ധിച്ചൊന്നും ഒരു പശ്ചാത്താപവും ഇപ്പോഴുമില്ല. ആ നിലപാടുകളൊക്കെ വളരെ കൃത്യമായി ഒരു ജനസമൂഹത്തിന്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു എന്ന് പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഇപ്രകാരം ഏതെങ്കിലും ചില റിപ്പോർട്ടുകൾ നടപ്പിലാക്കാത്തതിൻ്റെ പേരിലാണ് എന്ന് വ്യാഖ്യാനിക്കാൻ പാടില്ല. പ്രത്യുത പ്രകൃതിയുടെ മേലുള്ള മനുഷ്യന്റെ പൊതുവായ കടന്നുകയറ്റത്തിന്റെ ഫലമാണ്. അത് ഏതെങ്കിലും ഒരു പ്രദേശത്തുകാരുടെ മാത്രം കടന്നുകയറ്റമല്ല, ആഗോള സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്നമാണ് എന്നത് മനസ്സിലാക്കണം. അങ്ങനെ ആഗോള സമൂഹത്തിന്റെ നിയന്ത്രണമില്ലാത്ത ജീവിതവും അതുപോലെ പ്രകൃതി വിഭവങ്ങൾ അനിയന്ത്രണമായി ചൂഷണം ചെയ്യാനുള്ള ത്വരയും സമ്പാദിക്കാനുള്ള വ്യഗ്രതയും മൂലം പ്രകൃതിയിലേക്ക് ധാരാളം ആഘാതങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട്. അതിന്റെ പ്രത്യാഘാതമാണ് ഇതുപോലുള്ള ദുരന്തങ്ങളായി വരുന്നത് എന്നുള്ളതാണ് വസ്തുത. അവസരത്തിൽ ഈ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ ചർച്ചാ വിഷയമാകുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ പോകുന്നത് നല്ലതായിരിക്കുമല്ലോ, അല്ലേ? ഞാൻ ഒരു ചോദ്യം നമ്മളുടെ അനിൽ ബോസിനോടും കൂടെ ചോദിച്ച ശേഷം അച്ഛനിലേക്ക് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പം അഡ്വക്കേറ്റ് അനിൽ ബോസ്, അതായത് കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ ചൂടേറിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും കാരണമായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘനാളായിട്ടും വനം പരിസ്ഥിതി മന്ത്രാലയം പ്രസിദ്ധീകരിക്കാത്തത് കൊണ്ടാണ് പിന്നീട് വിവരാവകാശ നിയമത്തിലൂടെയാണ് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിന് ഒരു ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടുവരുവാൻ, ഇത് ജനകീയമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തടസ്സം എവിടെയോ നിന്നിരുന്നു. അത് ജനങ്ങളുടെ ഇപ്പോൾ പല മൂവ്മെൻറ്റുകളുണ്ട്, അതിലൂടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ വേറൊരു രീതിയിലാണ്. അപ്പോൾ അങ്ങ് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒക്കെ ഭാഗമാണ്, അതോടൊപ്പം തന്നെ ഒരു നിയമത്തിൽ ബിരുദം നേടിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇതിനെ നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? അല്ല, പ്രകൃതി സംരക്ഷണം എന്നുള്ള കാര്യത്തിൽ ഏതെങ്കിലും ഒരു സമുദായത്തിനോ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്, അച്ഛൻ പറഞ്ഞ ഒരു വരിയോട് ഞാൻ യോജിക്കുകയാണ്. ദുരന്തങ്ങൾ എന്ന് പറയുന്നത് കേവലം വയനാട്ടിലോ അല്ലെങ്കിൽ ഇടുക്കിയിലോ പാലക്കാട്ടോ കോഴിക്കോട്ടോ ഒതുങ്ങുന്ന ഒന്നല്ല, അല്ലെ കുട്ടനാട്ടിലോ ഒതുങ്ങുന്ന ഒന്നല്ല. ഇതേ സമയം തന്നെ ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിൽ വലിയ ഫ്ലഡ് ഉണ്ടായിരിക്കുന്നു, മലയിടിച്ചിലുണ്ടായിരിക്കുന്നു, വെള്ളച്ചാട്ടത്തിന്റെ പേരിൽ കെട്ടിടം പൂർണ്ണമായി തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു, മരണമുണ്ടാകും. അപ്പം ഇതൊരു സ്ഥലത്തെ ബാധിക്കുന്ന വിഷയമാണ്. തൊട്ട് മുമ്പ് മാസം പോലും ആയില്ല കേദാർനാഥിൽ മലയിടിഞ്ഞിട്ട്. അപ്പം പ്രകൃതിയുടെ ദുരന്തം എന്ന് പറയുന്നത് വലിയ ഗൗരവത്തോടുകൂടി പഠന വിഷയമാക്കി അതിന് കാലോചിതമായ മുൻകൂട്ടി കണ്ട് അതിനുള്ള പ്രതിവിധികൾ തീർക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. പരിസ്ഥിതി സംരക്ഷണ അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദ നടപടികളിലൂടെ മാത്രമേ നമ്മുടെ ജീവജാലങ്ങൾക്കും സമൂഹത്തിനും നിലനിൽപ്പുണ്ട് എന്ന സൂചനകളാണ് ഇത്തരം അനുഭവങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇപ്പൊ ഇവിടെ കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ട്, കസ്തൂരിരംഗൻ, അതൊക്കെ സ്വാഭാവികമായും ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കപ്പെടും, ഉയർന്നു വരും. അത്തരം ചർച്ചകളെ നമ്മൾ നിഷേധാത്മകമായ സമീപനത്തോടുകൂടി കാണുക. എവിടെയെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിക്കപ്പെടുന്നതിലോ ചർച്ച ചെയ്യുന്നതിലോ തെറ്റുണ്ടെന്ന അഭിപ്രായം എനിക്കില്ല. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ ആളുകൾക്ക് ആകുലതകളേറും, ആശങ്കകളേറും. അപ്പൊ ആ സന്ദർഭത്തിൽ ഇപ്പൊ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ്, അച്ഛൻ സൂചിപ്പിച്ചു അവിടെ താമസിക്കുന്ന വലിയൊരു സമൂഹത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അതിനൊന്നും നമ്മളാരും എതിരല്ല. പക്ഷെ അത് എതിരല്ലാത്തത് കൊണ്ടാണല്ലോ നിലവിൽ അന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാകാത്ത കസ്തൂരിരംഗനിലേക്കൊക്കെ മാറുന്നതിന് ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും ഒക്കെ ആ സമീപനം സ്വീകരിച്ചത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും എവിടെയെങ്കിലും പാളിച്ചകൾ ഉണ്ടോ, കൂടുതൽ ജാഗ്രതാകേണ്ടതുണ്ടോ, കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ടോ, ഗാഡ്ഗിൽ ഉയർത്തുന്ന വിഷയങ്ങൾ ഒന്നുകൂടി പുനരാലോചിക്കപ്പെടേണ്ടതുണ്ടോ, അല്ലെങ്കിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് കുറെ കൂടി ഫ്ലെക്സിബിൾ ആയത്, ആ റിപ്പോർട്ട്
വെച്ചിട്ട് നോക്കുമ്പോൾ അത് ഈ ഇവിടെ പറഞ്ഞതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ ഒരു പ്രായോഗിക സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊടുത്ത ഒരു റിപ്പോർട്ടായിട്ടാണ് ഞാൻ വ്യക്തിപരമായി വിലയിരുത്തുന്നത്. അപ്പം ഇതിലെവിടെയാണ് നമുക്ക് പാളിച്ച, അതേതെങ്കിലും പരിശോധിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ അതിനൊരു ചർച്ച ഇപ്പോഴെങ്കിലും തുടങ്ങുന്നത് നല്ലതാണ്. അതൊരു പോർവിളിയുടെ സ്വരത്തിലല്ല, പോസിറ്റീവായി ഒരു നാടിനെ, ഒരു ജനതയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗം. ഇപ്പം ഇവിടെ ഈ ആഗോളതലത്തിൽ നടക്കുന്ന ദുരന്തങ്ങൾ ഇപ്പൊ പലയിടങ്ങളിൽ മറ്റു രാജ്യങ്ങൾ എടുത്ത് നോക്കും. ഇപ്പൊ ഗാഡ്ഗിൽ റിപ്പോർട്ടുള്ളത് കേരളത്തിലല്ല, അല്ലെ ഇന്ത്യയിലല്ല. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പശ്ചിമഘട്ട മലനിരകളെ സംബന്ധിച്ച് ഉള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പഠനവും അതിന്റെ അനുബന്ധ റിപ്പോർട്ടുകളും വിദേശ രാജ്യങ്ങൾ എടുത്തു നോക്കും. എത്രയോ ഭീകരമാണ് അവിടുത്തെ ഫ്ലഡുകൾ. ഈ അടുത്ത ദിനങ്ങളിൽ നാം കണ്ടില്ലേ പല രാജ്യങ്ങളിൽ. അപ്പം അവിടെയൊക്കെ ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ്. അപ്പൊ ക്രമവിരുദ്ധം നാടിന്റെ വികസനത്തിന്റെ ഭാഗമായി റോഡുകൾ ഉണ്ടാകുക എല്ലാവരുടെയും ആവശ്യമാണ്. ഇപ്പൊ ഞാന് ബേസിക്കലി ആലപ്പുഴ ജില്ലക്കാരനാണ്, കുട്ടനാട്ടുകാരൻ. കുട്ടനാടിന്റെ പ്രകൃതി ഭംഗി അതുപോലെ നിലനിർത്തിയിരുന്നു എങ്കിൽ വെള്ളപ്പൊക്കം ഉത്സവം പോലെയാണ് ഞങ്ങളൊക്കെ കൊണ്ടാടിയിരുന്നത്. 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ അങ്ങേയറ്റം 15 ദിവസം, ഇനി 2 തവണകളിലായി 5 10 ദിവസം വരുന്ന വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിക്കളിക്കാൻ, നീന്തി കളിക്കാൻ ഒരു ആഘോഷമായിരുന്നു. പ്രകൃതിയുടെ ഒരു ശുദ്ധീകരണ പ്രക്രിയയായിട്ടാണ് നമ്മൾ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കത്തെയൊക്കെ കണ്ടിരുന്നത്. ഇന്ന് പക്ഷേ വെള്ളത്തിന്റെ നടുവിൽ ജീവിച്ച്, വള്ളത്തിൽ ജീവിച്ച്, വെള്ളത്തിൽ നീന്തി കളിച്ച് വളർന്ന ഒരു സമൂഹം മഴയെന്ന് കേൾക്കുമ്പോൾ ബാക്കി എന്നൊരവസ്ഥയിലേക്ക് മാറി. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ഇപ്പൊ അവിടെ കുട്ടനാടിനെ ബാധിക്കുന്നത്, കുട്ടനാട്ടിൽ ബക്കറ്റിൽ വെള്ളം നിറയുന്നത് പോലെയാണ് കുട്ടനാട്ടിൽ വെള്ളം നിറയുന്നത്. ഏത് മലവെള്ളപ്പാച്ചിൽ വന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ കര പിടിക്കാനുള്ള ഒരു സമയം കിട്ടും. അതാണ് കുട്ടനാടിന്റെ ഒരു പ്രത്യേകത. ഇപ്പം വയനാട്ടിൽ അതല്ല സ്ഥിതി. ഒറ്റ വരവാണ്, എല്ലാം എടുത്തുകൊണ്ട് പോവാണ്. ജീവനും ജീവിതവും അവരുടെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച കാര്യങ്ങളും എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മള് പ്രളയത്തിൽ 2018 പ്രളയത്തിൽ സംഭവിച്ചത് നോക്കൂ. റാന്നി, പത്തനംതിട്ട, തിരുവല്ല അങ്ങനെയുള്ള പ്രദേശങ്ങൾ നോക്കൂ. ആ പ്രദേശങ്ങളിലൊക്കെ ഇതങ്ങ് എടുത്തുകൊണ്ട് പോവാണ്. മുണ്ടക്കയത്തുള്ള കാറ് കുട്ടനാട്ടിൽ ചങ്ങനാശ്ശേരി ആലപ്പുഴ AC കനാലിൽ വന്ന് കിടന്നു. അലമാരി അടക്കം, ഫ്രിഡ്ജ് അടക്കം ഇങ്ങി വന്നു മുണ്ടക്കയത്ത്. അതിന്റെ അവകാശികൾ ഇവിടെ വന്ന് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ നേരിട്ട് അതിനൊക്കെ സാക്ഷിയായ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ പ്രകൃതിപരമായി ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കാലങ്ങളായി ചെയ്തു വരുന്ന കുറെ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ ജാഗ്രതാകണം. ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നതിനപ്പുറം ഇതൊരു പ്രൈം ഇമ്പോർട്ടന്റ് മാറ്ററായി നമ്മളുടെ ഗവൺമെന്റുകൾക്ക് എടുക്കാൻ കഴിയണം. അത് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ്, കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. അത് പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഒന്നാമത്തെ പരിഗണനാ വിഷയമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് പരിസ്ഥിതി. ആ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതായ നടപടികൾ വേണം. അവിടെ ഇപ്പം ഏതെങ്കിലും ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു സഭയെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ നമ്മൾ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് ശരിയല്ല. വ്യത്യസ്തമായ വീക്ഷണം ഉണ്ടാവും, വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും, വ്യത്യസ്തമായ പഠന റിപ്പോർട്ടുകൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ അതുകൊണ്ടാണ് വയനാട്ടിൽ ഇതുണ്ടായത് എന്ന വ്യാഖ്യാനത്തോട് എനിക്ക് യോജിപ്പുള്ള ആളല്ല. അത് മാത്രമല്ലല്ലോ കാരണം. അപ്പൊ അത് മുൻകൂട്ടി ഇപ്പൊ തന്നെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് വരുന്ന വാർത്തകൾ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഞാൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്ക് ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. സെൻട്രൽ ഗവൺമെന്റ് പറയുന്നു ഞങ്ങൾ സമയബന്ധിതമായി മുന്നറിയിപ്പ് നൽകി. സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നു സമയത്ത് മുന്നറിയിപ്പ് നൽകിയില്ല. അപ്പം അവിടെയൊക്കെ ക്ലാരിറ്റി വരേണ്ടതുണ്ട്. ഭരണപരമായ ഇടപെടലുകളിൽ എവിടെയാണ് ഏകോപനമില്ലാതെ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതാണ് എന്റെ ചോദ്യം. മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമല്ല. അത് റിപ്പോർട്ട് വെച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഗാഡ്ഗിൽ റിപ്പോർട്ടോ കസ്തൂരിരംഗൻ റിപ്പോർട്ടോ വെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ലോലപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് സയന്റിഫിക്കായി പഠിച്ച് അതിന് ഡിസാസ്റ്റർ കൈകാര്യം ചെയ്യേണ്ട ആളുകൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ വീഴ്ച, കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്രമീകരിക്കുന്നതിൽ വ്യത്യസ്തമായ ഭരണകൂടങ്ങളുടെ വീഴ്ച എവിടെ വന്നു എന്നുള്ളത് ഗൗരവം. അതുമൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഇത്രയും മരണങ്ങൾ നടന്ന സന്ദർഭത്തിൽ നമ്മൾ എല്ലാവരും വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഒരു രാഷ്ട്രീയ വിവാദം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഡിബേറ്റ് അത് ഉചിതമല്ല എന്ന തോന്നലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്കുമുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ സമയം വരട്ടെ. ആദ്യം നമ്മുടെ രക്ഷാപ്രവർത്തനവും മറ്റു കാര്യങ്ങളും നടക്കട്ടെ. ഇതാണ് പ്രാഥമികമായിട്ട് എനിക്ക് ഡോക്ടറെ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഫാദർ സെബാസ്റ്റ്യനിലേക്ക് വരികയാണ്. അപ്പോൾ ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ പാടില്ല, പ്ലാസ്റ്റിക് ഉപയോഗം 3 വർഷം കൊണ്ട് നിർത്തണം, പിന്നെ 5 വർഷം കൊണ്ട്
അല്ലെങ്കിൽ 8 വർഷം കൊണ്ട് ജൈവ കൃഷിയിലേക്ക് മാറണം, പ്രത്യേക സാമ്പത്തിക മേഖലയോ പുതിയ ഹിൽ സ്റ്റേഷനോ പാടില്ല. ഇതൊക്കെയായിരുന്നു ആ റിപ്പോർട്ടുകളുടെ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളുടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റും ഇതിനെ എതിർത്തു എന്ന് പറയാം, ഈ റിപ്പോർട്ടിനെ. അവർ പറഞ്ഞ ഒരു കാര്യം, മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയുള്ള ഒരു ഭൂമിശാസ്ത്രം കണക്കിലെടുക്കാതെയാണ് ഇങ്ങനെയുള്ള ഒരു വിഭജനം നടത്തിയത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു റിപ്പോർട്ടിൽ തികച്ചും പാർശ്വമായിട്ടുള്ള, അതായത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനമാണെന്നാണോ അച്ഛൻ പറയുന്നത്? അഡ്വക്കേറ്റ് അനിൽ പറഞ്ഞ കാര്യങ്ങളോട് യോജിച്ച് തന്നെ, അതായത് പ്രകൃതി സംരക്ഷണം അനിവാര്യമാണ്, അതിന് പൊതുവായ സമീപനങ്ങളും പൊതുവായ മാറ്റങ്ങളും സമൂഹത്തിൽ ആവശ്യമാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ കുറേ നാളുകളെ കേരളത്തിൽ ഈ പശ്ചിമഘട്ട മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടൻ തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ട് ചർച്ചയാക്കുന്നു, കസ്തൂരിരംഗൻ റിപ്പോർട്ട് ചർച്ചയാക്കുന്നു, നടപ്പിലാക്കാത്തതാണ് കാരണം എന്ന് പറഞ്ഞ് കുറേ ആളുകൾ ആക്ഷേപവുമായി വരുന്നു. അത് ഒരു നിലവാരം കുറഞ്ഞ സമീപനമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇവിടെ പൊതുസമൂഹം വേണ്ടെന്ന് വെച്ചതാണ്. അത് ഗവൺമെന്റ് വേണ്ടെന്ന് വെച്ച്, ഗവൺമെന്റ് അല്ല, ഗവൺമെന്റുകൾ 6 സംസ്ഥാനങ്ങളെ ബാധിക്കുന്നു, 6 സംസ്ഥാനങ്ങൾ വേണ്ടെന്ന് വെച്ചതാണ്. അത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അതിനെതിരായ നിലപാടെടുത്തതാണ്. അതുപോലെ തന്നെ മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനെതിരായ നിലപാടെടുത്തതാണ്. പൊതുസമൂഹത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉണ്ടായതാണ്. ആ റിപ്പോർട്ടിന്റെ ഒരു പശ്ചാത്തലം, ഇവിടെ ഈ റിപ്പോർട്ടിനെതിരായിട്ട് പറയുമ്പോൾ പരിസ്ഥിതിക്കെതിരായിട്ട് പറയുന്നു എന്നൊന്നും ആരും കരുതരുത്. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതാണ്, പശ്ചിമഘട്ടവും സംരക്ഷിക്കേണ്ട, അതിനൊരു സംശയവുമില്ല. പക്ഷെ ഈ റിപ്പോർട്ട് വെസ്റ്റേൺ ഘാട്ട് മേഖലയ്ക്ക് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ടാഗ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. 2006 തുടങ്ങിയതാണ്. 2006 ഗവൺമെന്റ് അതിനായി നോമിനേഷൻ കൊടുത്തു. പക്ഷേ നോമിനേഷൻ തള്ളി. ആ നോമിനേഷൻ തള്ളാനുള്ള 2-3 കാരണങ്ങൾ, ഈ വെസ്റ്റേൺ ഘാട്ടിൽ ഹ്യൂമൻ ഹാബിറ്റേഷൻ വളരെ വ്യാപകമായിട്ടുണ്ട്, പ്ലാന്റേഷൻ ഉണ്ട്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ഉണ്ട്, ഡാമുകളുണ്ട്, അതുപോലെ തന്നെ ഈ പ്രദേശ ജനങ്ങളുടെ കൺസെന്റ് ഇക്കാര്യത്തിലില്ല തുടങ്ങിയ കാരണം ഉന്നയിച്ചായിരുന്നു. 2009 വീണ്ടും ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് യുനെസ്കോ വഴി ഈ വേൾഡ് ഹെറിറ്റേജ് ടാഗിനുള്ള അപേക്ഷ സബ്മിറ്റ് ചെയ്തു. അപ്പോഴും അവർ ഒരു മാനേജ്മെന്റ് പ്ലാൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ മാനേജ്മെന്റ് പ്ലാൻ ഓൾറെഡി ഉണ്ട്. കാരണം വെസ്റ്റേൺ ഘാട്ട് മുഴുവനും വനതുല്യം പരിഗണിക്കപ്പെട്ട പ്രദേശമാണ്. വനങ്ങൾക്കെല്ലാം ഒരു മാനേജ്മെന്റ് പ്ലാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് മതി എന്ന് ഗവൺമെന്റ് എക്സ്പ്ലനേഷൻ കൊടുത്തെങ്കിലും അവര് ഈ വെസ്റ്റേൺ ഘാട്ടിന് പ്രത്യേകമായ ഒരു മാനേജ്മെന്റ് പ്ലാൻ വേണം എന്ന് ആവശ്യപ്പെട്ടു. അത് വേൾഡ് ഹെറിറ്റേജ് ടാഗ് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ വെസ്റ്റേൺ ഘാട്ടിന് വേണ്ടി ഒരു മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ 2010 മാർച്ച് 4 പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായിട്ട് ഒരു കമ്മിറ്റിയെ വെക്കുന്നത്. ആ കമ്മിറ്റിയാണ് ഒരു വർഷത്തെ പഠനത്തിന് ശേഷം ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്ന വെസ്റ്റേൺ എക്കോളജി എക്സ്പേർട്ട് പാനൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ആ റിപ്പോർട്ട് പശ്ചിമഘട്ടം സംരക്ഷിക്കാനായി അതിന് വേൾഡ് ഹെറിറ്റേജ് ടാഗ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. വേൾഡ് ഹെറിറ്റേജ് ടാഗ് മേടിക്കാൻ വേണ്ടി സബ്മിറ്റ് ചെയ്തത്. അത് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ കൈവശമുണ്ട്. അതിൽ സെക്കൻഡ് പാർട്ടിൽ 123 പേജ് വായിച്ച് ഞാൻ കൃത്യമായിട്ട് പറയും. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘാട്ടിന് ആവശ്യമായ വേൾഡ് ഹെറിറ്റേജ് ടാഗ് കിട്ടാനുള്ള ഈ പ്രൊവിഷൻസിന്റെ അല്ലെങ്കിൽ അതിനാവശ്യമായ മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണ്. പക്ഷെ അത് ഈ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന വ്യാഖ്യാനങ്ങൾ വരുന്നു. നമ്മളതിനെ സംരക്ഷിക്കാൻ ആണ് എന്ന വ്യാഖ്യാനത്തെ ഒന്നും എതിർക്കുന്നില്ല. പക്ഷെ അതിൻ്റെ അകത്തെ കമ്പോണൻസ് വളരെ നമുക്ക് സ്വീകാര്യമല്ലായിരുന്നു. കാരണം അവിടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് എതിർത്തത്. പ്രത്യേകിച്ച് ഞങ്ങളത് ആ സമയത്തെല്ലാം വളരെ സജീവമായ ഒരു പോരാട്ടത്തിലായിരുന്നു. അതായത് ഞങ്ങൾ അവകാശം സംരക്ഷിക്കാൻ. ഇവിടെ 1 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ, ഇടുക്കിയിൽ 1 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്ക് അവരുടെ ഭൂമിക്ക് പട്ടയമില്ല. 50 വർഷത്തോളമായി അവര് കൈവശ ഭൂമി പട്ടയമില്ലാതെ കഴിയാണ്. അപ്പൊ അത് ഗവൺമെന്റ് ലാൻഡ് പോലെയാണ്. അവർക്ക് യാതൊരു അവകാശമില്ല. ഒരു വീട് വയ്ക്കണമെങ്കിൽ അതിന്റെ വളഞ്ഞ വഴിയിലൂടെ എല്ലാം പെർമിഷൻ വാങ്ങിച്ചെടുക്കേണ്ട, കൈക്കൂലി കൊടുക്കേണ്ട സാഹചര്യമാണ്. ആ ഭൂമിക്ക് ഒരു വിലയില്ല. അത് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അതിനൊരു മാർക്കറ്റ് വാല്യൂ ഇല്ല. അപ്പൊ അവർക്ക് അവരുടെ ടൈറ്റിൽ ഡീഡ് ആവശ്യമായ ഒരു ഫൈറ്റ് നടത്തുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് വരുന്നത്. ഈ റിപ്പോർട്ട് ഞങ്ങൾ ഇതിനെ ആദ്യം എതിർക്കാനുള്ള കാരണം ഈ ടൈറ്റിൽ ഡീഡുമായി ബന്ധപ്പെട്ട മുമ്പോട്ട് പോകുന്ന സാഹചര്യം അതിനെതിരായി വരുന്നു എന്നുള്ള പശ്ചാത്തലത്തിലാണ്. പിന്നെ അതിനെ ഗൗരവമായി പഠിക്കുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു.
അതായത് പീപ്പിൾ കൺസെന്റ് വേണം എന്ന് കൃത്യമായി ഇതിന്റെ മാൻഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിൾ കൺസെന്റ് ഇല്ലാതെ ഒരു ചർച്ച പോലും നടത്താതെയാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഇതിൽ കാർഷിക ഇന്റർവെൻഷൻസിനെല്ലാം നിയന്ത്രണങ്ങൾ വരുന്നു എന്ന് വരുമ്പോഴത്തേക്ക് അവിടെ കൃഷി അസാധ്യമായി തീരുന്ന സാഹചര്യം ഉണ്ടാവും. ഗവൺമെന്റ് ഭൂമി മറ്റാവശ്യങ്ങൾ പതിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പട്ടയ നടപടികൾ മരവിച്ചു പോകുന്നു. അതുപോലെ തന്നെ അവിടെ 30 ഡിഗ്രിയിൽ ചെരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിലൊന്നും ആനുവൽ ക്രോപ്സ് പറ്റിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഈ തന്നാണ്ട് കൃഷികൾ ജീവിക്കുന്നവർക്കെല്ലാം അത് അസാധ്യമായി തീരും. പിന്നെ ഡാമുകൾക്കെതിരെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം നിർദ്ദേശങ്ങൾ വന്നപ്പോൾ അത് പലരും പ്രായോഗികമായി വരുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ എതിർത്തത്. അത് പരിസ്ഥിതിക്കെതിരായതുകൊണ്ടൊന്നുമല്ല, അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് വരും. അത് കുറച്ച് പ്രദേശമൊന്നുമല്ല. കേരളത്തെ സംബന്ധിച്ച് 14 താലൂക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന സാഹചര്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ വലിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായി. ആ പ്രൊട്ടസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് റീതിങ്കിങ് ഉണ്ടായി. അപ്പോൾ കസ്തൂരംഗ കമ്മിറ്റിയെ വയ്ക്കുകയാണ്. കസ്തൂരംഗ കമ്മിറ്റിയുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ട് എങ്ങനെ നടപ്പിലാക്കാം, ഫലപ്രദമായി നടപ്പിലാക്കാം എന്ന് പഠിക്കാനാണ്. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ കെ കസ്തൂരംഗൻ അധ്യക്ഷനായ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് കൊണ്ടുവരുമ്പോൾ അവർ പറയുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ട് അപ്രായോഗികമാണ്, അത് നടപ്പിലാക്കാൻ പറ്റിയല്ല. കാരണം അത് ഈ പശ്ചിമഘട്ടത്തിൽ 6 സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന അവിടെയുള്ള കോടിക്കണക്കിന് മനുഷ്യരെ, വളരെ 25 കോടിയോളം വരുന്ന മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞാണ് അവർ വേറൊരു റിപ്പോർട്ട് കൊണ്ടുവരുന്നത്. ആ റിപ്പോർട്ടിൽ ESA ആയിട്ട് പ്രഖ്യാപിക്കേണ്ട മേഖലകളെ സംബന്ധിച്ച് 5124 വില്ലേജുകൾ, 4156 വില്ലേജുകൾ ഈ 6 സംസ്ഥാനങ്ങളിലായി ESA ആയിട്ട് പ്രഖ്യാപിക്കുന്നു. ആകെ 52 ലക്ഷം ആളുകൾ. അതിൽ 123 വില്ലേജുകൾ കേരളത്തിൽ തന്നെയാണ്. ആ കേരളത്തിലെ 123 വില്ലേജ് വരുന്നത് 22 ലക്ഷം. ആകെയുള്ള 52 ലക്ഷത്തിൽ 22 ലക്ഷം കേരളത്തിലാണ് വരുന്നത്. ആ 22 ലക്ഷം ആളുകളിൽ 47 വില്ലേജുകൾ ഞങ്ങൾ ഇടുക്കി ജില്ലയിലാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏതാണ്ട് 10-12 ലക്ഷത്തോളം ആളുകളത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഈ ESAയുടെ പരിധി. ESA എന്ന് പറഞ്ഞാൽ വനതി നിയമങ്ങളെല്ലാം കർശനമായിട്ട് പാലിക്കപ്പെടുന്ന പ്രദേശം. അവിടെ വനം വകുപ്പിന്റെ കൺസെന്റ് ഒരു കാര്യവും നടക്കുകയില്ല. വനം വകുപ്പ് ഒരു പാലന സർക്കാരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർ വേറെ ആരെയും അംഗീകരിക്കുകയില്ല. അങ്ങനെ ഒരു സാഹചര്യം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായി തീരും. ആ പശ്ചാത്തലത്തിലാണ് ഈ റിപ്പോർട്ടുകൾക്കെതിരെ പ്രതിഷേധം ഉണ്ടായത്, അല്ലാതെ പരിസ്ഥിതി സംരക്ഷണത്തിനെതിരായതുകൊണ്ടല്ല. ഇപ്പൊ ഈ 2 റിപ്പോർട്ടുകളും, ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് വെസ്റ്റേൺ ഘാട്ട് ഏരിയയ്ക്ക് ഒരു വേൾഡ് ഹെറിറ്റേജ് ടാഗ് കിട്ടാൻ വേണ്ട ശ്രമത്തിന്റെ ഭാഗമാണ്. അത് 2006 കൊടുത്ത നോമിനേഷൻ തിരസ്കരിക്കുക. ഇതിന്റെ എല്ലാ രേഖകളും എൻ്റെ കൈവശമുണ്ട്, മുഴുവൻ രേഖകളും വെച്ചാണ് ഞാൻ പറയുന്നത്. ആ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷന് ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്ന നിലയിൽ ഒരു മാനേജ്മെന്റ് പ്ലാൻ വേണം എന്നാവശ്യപ്പെട്ടതുകൊണ്ട് ആ മാനേജ്മെന്റ് പ്ലാനിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ പറയുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ട്. നന്ദി ഫാദർ സെബാസ്റ്റ്യന്. ഇതുപോലുള്ള ഒരു കാര്യങ്ങൾ ടെക്നിക്കലായിട്ട് ഇതുപോലെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ആവശ്യമാണ്. അപ്പം ഞാനിപ്പോൾ ചോദിക്കുന്ന വേറൊരു ചോദ്യം നമ്മളുടെ അഡ്വക്കേറ്റ് അനിൽ ബോസിനോടാണ്. അതായത് 1880 മുതൽ ശരാശരി ആഗോള താപനില 1 ഡിഗ്രി 10 വർഷം കൂടുമ്പോൾ വർദ്ധിക്കുന്നു എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ 2050 1.5 ചൂട് ഭൂമിയുടെ എല്ലാ ഭാഗത്തും കൂടുന്നു. ഇത് 2100 വരുമ്പോഴത്തേക്കും 2.4 അല്ലെങ്കിൽ 4 ഡിഗ്രിയിലേക്ക് വളരുമെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ചൂട് നമ്മളുടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ മാത്രമല്ല ആഗോള വാർമിംഗ്, അതായത് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു പഠനത്തെയും ഇതിനെയും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ എന്താണ് പറയുന്നത്? അല്ല, അത് വളരെ ഗൗരവത്തോടു കൂടി കാണണം. ഇതിന് ഇപ്പൊ വരുന്ന ഒരു കുഴപ്പം, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ഭരണകൂടങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എവിടെയാണ്? പുതിയൊരു കാലവും പുതിയൊരു രീതിയും ഇനിയെങ്കിലും ആർജിക്കാനുള്ള ഉൾക്കാഴ്ച, ആ സമീപനം ഭരണ നേതൃത്വത്തിന്, അതായത് താൽക്കാലികമായ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതിനപ്പുറം ഈ നാടിനെ നിലനിർത്തുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഉന്നതമായ ചിന്തയോടെ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ വരേണ്ട സന്ദർഭമാണ് ഇത്തരം കാര്യങ്ങൾ നാം നോക്കിക്കാണുന്നത്. ഇന്ന് നമുക്കറിയാലോ, ഇപ്പൊ കേരളത്തിലെ ഇപ്പൊ നമുക്ക് മഴ കിട്ടുന്നുണ്ട്, ചൂട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മറ്റു പല സ്ഥലങ്ങളും എടുത്തു AC ഇല്ലാതെ കഴിയാൻ പറ്റാത്ത അവസ്ഥയായി. AC കൊണ്ട് നിൽക്കുമോ?
ഇപ്പൊ ഡൽഹിയിലൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ ഇലക്ഷൻ പര്യടനവുമായി ബന്ധപ്പെട്ട് പഞ്ചാബ്, അതുപോലെ ഹരിയാന, ഡൽഹി തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. 50-52 മുകളിലാണ് ചൂട്. നമുക്കിപ്പോൾ തന്നെ ഒരു രീതിയിലും വണ്ടിയുടെ AC ഒന്നും താങ്ങത്തില്ല. ചൂട്, കാറ്റും ചൂടും. അപ്പം ഇത് ഈ വരുന്ന വലിയൊരു മാറ്റം ഭീകരമാണ്. മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. ന്യൂനമർദ്ദത്തിന്റെയോ മറ്റു സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പ്രയോറിറ്റികൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു. രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളുടേത് അതിന് കൂട്ടായ ഒരു മുന്നേറ്റം വേണം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒന്നും പിന്നെ സാമ്പത്തിക സാഹചര്യത്തിൽ, ഗവൺമെന്റിന്റെ സാമ്പത്തിക സാഹചര്യം കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വെല്ലുവിളികൾ. അപ്പം നമ്മുടെ ഒന്നും നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ഒരു വെൽ ഡെഡിക്കേഷനോട് കൂടിയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. നമ്മൾ ആരെയെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടോ ഏതെങ്കിലും ഒരാളെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഒരു ചെറിയ കാര്യം ഞാൻ ശ്രദ്ധയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഇവിടെ അച്ഛൻ ഇരിപ്പുണ്ട്, അച്ഛൻ അറിയുന്ന കാര്യമാണ്. ഈ കേരള നിയമസഭയിൽ വനം വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ K. രാജു, അച്ഛൻ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം സഭയിൽ ഒരു പരാമർശം നടത്തുകയുണ്ടായി. കേരളത്തിന്റെ പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടും ഈ കസ്തൂരി രംഗൻ അടക്കമുള്ള അല്ലെങ്കിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അനുബന്ധ ചർച്ചകളുടെ ഭാഗമായി ഒരു ഡിബേറ്റ് നിയമസഭയിൽ നടക്കുമ്പോൾ ഒരു സ്റ്റേറ്റിലെ മിനിസ്റ്റർ പറയുകയാണ്, അത് ചില ബാഹ്യ ശക്തികളുടെ ഇടപെടൽ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. 2 അപകടമാണ് അതിൻ്റെ അകത്തുള്ളത്. ഇപ്പൊ ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചു, ഞങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിനെതിരല്ല, പ്രകൃതി സംരക്ഷിക്കണമെന്ന കാഴ്ചപ്പാടിനോട് പൂർണ്ണമായി യോജിക്കുന്നു. എന്നാൽ അവിടുത്തെ സാമാന്യ ജനസമൂഹത്തിന്റെ ആവാസ വ്യവസ്ഥ, അവന്റെ തൊഴിലും അവന്റെ ഉപജീവനവും അവന്റെ ജീവിത കാര്യങ്ങളും സംരക്ഷിക്കപ്പെടേണ്ട ബാധ്യതയുണ്ട്. സ്വാഭാവികമായി അത് സാമൂഹികമായി കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തിക്കാണെങ്കിലും പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള സഭയ്ക്കാണെങ്കിലും സമുദായങ്ങൾക്കാണെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിനാണെങ്കിലും പൊതുസംഘടനകൾക്കാണെങ്കിലും ആ ഒരു ജനങ്ങളുടെ അഭിപ്രായം ഉയർന്നു വരുമ്പോൾ അതിനോടൊപ്പം നിൽക്കേണ്ടതായിട്ട് വരും. അത് ഏതെങ്കിലും ഒരു പള്ളി വികാരി ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭാ മേലധ്യക്ഷൻ വെറുതെ ഒരു ദിവസത്തെ ഒരു ആവേശത്തിന് എടുക്കുന്ന കാര്യമല്ല. അത് പാർട്ടികളാണെങ്കിലും അങ്ങനെയല്ല. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം ഉയർന്നു വരുന്ന വിഷയങ്ങളെ അതിന്റെ പൊതുബോധം എന്ത് എന്ന് മനസ്സിലാക്കി വിവേകത്തോടു കൂടി പ്രതികരിക്കേണ്ട സമയത്ത് കേരള നിയമസഭയിൽ നടന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബാഹ്യശക്തികളുടെ ഇടപെടൽ കൊണ്ടും അവരുടെ സമ്മർദ്ദ രാഷ്ട്രീയം കൊണ്ടും ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പം ആളുകൾ എന്ത് വിചാരിക്കണം? സാധാരണക്കാരൻ എന്താ വിചാരിക്കുന്നത്? അച്ഛൻ പറഞ്ഞു ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ അകത്ത് വരുന്നത് ആവാസ വ്യവസ്ഥയെ തകർക്കുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അത് ഭേദഗതി വേണമെന്ന് പറഞ്ഞു. അതിന്റെ ചുവട് പിടിച്ച് കസ്തൂരി രംഗൻ വന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് കുറെ കൂടി ഫ്ലെക്സിബിൾ ആയിരുന്നു. പക്ഷെ ഇപ്പോഴീ ദുരന്തം ഉണ്ടാകുമ്പോഴും നടക്കുന്ന പ്രചരണങ്ങൾ മുഴുവൻ ഈ റിപ്പോർട്ടുകൾ നടപ്പിലാക്കിയാൽ ഇതെല്ലാം പരിഹരിക്കപ്പെടുമെന്നാണ്. കോറികളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ പ്രചരണങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. ഇവിടെ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. കൂടുതൽ വാരി വലിച്ച് പറയുന്നതിനപ്പുറം ഉള്ള ക്രിയാത്മകമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഭരണ നേതൃത്വം വളരെ ജാഗ്രവത്തായി കേവലം ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അഭിപ്രായം പറയുന്നതിനപ്പുറം വളരെ ക്ലാരിറ്റിയോടുകൂടി പ്രത്യാഘാതങ്ങൾ എന്തുമാകട്ടെ പ്രകൃതിയെയും മനുഷ്യനെയും സംരക്ഷിക്കാൻ കഴിയുന്ന പൊതുവായ ഈ പറയുന്ന ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ലോകതലത്തിലും നമ്മുടെ രാജ്യതലത്തിലും മാറിക്കൊണ്ടിരിക്കുന്ന ക്ലൈമറ്റുകൾ, അതിനനുസരിച്ച് നമ്മുടെ ജീവിത വ്യവസ്ഥയെ ക്രമപ്പെടുത്താൻ പ്രകൃതിയോട് എന്ത് ചെയ്യണം, നമ്മൾ വ്യക്തിപരമായി എങ്ങനെ ആവണം, അതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്താൽ ബാഹ്യശക്തികൾ വരും, സർക്കാർ പോകുമെന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്കൊന്നും പോകാൻ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു മുങ്ങാനേ പറ്റും. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു മുങ്ങാൻ മാത്രമേ കഴിയൂ. അതുകൊണ്ട് അതിനെ കുറിച്ചുള്ള പോസിറ്റീവായ ചർച്ചകൾ, അതാ ഞാൻ പറഞ്ഞത്, ഭരണ രാഷ്ട്രീയവും വോട്ട് രാഷ്ട്രീയവും മാറ്റിവെച്ചുള്ള ചർച്ചകളിലേക്കും ഗവൺമെന്റ് നിശ്ചയിക്കേണ്ട പ്രയോറിറ്റികളും മാറി ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും അവരുടെ നിലനിൽപ്പിനെ കുറിച്ചും പ്രകൃതിയുടെ നിലനിൽപ്പിനെ കുറിച്ചും ചിന്തിക്കണം. ആ ചിന്തിക്കാൻ കഴിയുന്നതിന് ഏതൊക്കെ പഠനങ്ങൾ വേണോ ആ പഠനങ്ങൾ നടത്തണം. ഇന്നലെ ആണെങ്കിൽ ഒരു സർക്കുലർ ഇറങ്ങാണ്, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോന്ന് എനിക്കറിയാം. ഒരു സർക്കുലർ ഇറങ്ങാണ്, ഈ ദുരന്തം പഠിക്കാൻ ഒരു ശാസ്ത്രജ്ഞന്മാരും ദുരന്തം നടന്ന സ്ഥലത്തേക്ക് പോകണ്ട. എന്താ ഇതിന് മറുപടി നമ്മൾ പറയേണ്ടത്? എന്താണ് മറുപടി പറയേണ്ടത്? എന്താണ് ഇവർ ചിന്തിക്കുന്നത്? ഈ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും, ഞാൻ ഒരു പാർട്ടിയെ കുറ്റപ്പെടുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും മുന്നണിയൊക്കെ അങ്ങ് വിട്ടേരും. ഞാൻ ഒരു ചീഫ് സെക്രട്ടറിയെ പോലെ ഇരിക്കുന്ന ഒരാള് ഇങ്ങനെ ഒരു
നമ്മുടെയൊക്കെ കൺസെപ്റ്റിൽ ഇവരൊക്കെ നല്ല ക്വാളിഫൈഡ് ആയിട്ട് ടെസ്റ്റ് എഴുതി സിവിൽ സർവീസ് എക്സാമിനേഷനും ഒക്കെ കഴിഞ്ഞ് വന്ന് ഉയർന്ന നിലവാരത്തിൽ വരുന്ന വായനയും അറിവും പഠനവും അനുഭവ സമ്പത്തും ജോലി സ്ഥലത്ത് എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവരല്ലേ. ഇവരൊക്കെ കൊടുക്കുകയാണ്. ഇത്രയും വലിയൊരു ദുരന്തം പഠിക്കാൻ ആരും അങ്ങോട്ട് പോകണ്ട. രാഷ്ട്രീയക്കാര് പോകണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ആൾക്കൂട്ടം അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഈ ദുരന്തത്തെ കുറിച്ച് എക്സ്പെർട്ടുകളായിട്ടുള്ള ആളുകൾ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞൊരു സർക്കുലർ പിൻവലിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഈ ദുരന്ത ഭൂമിയിൽ പോലും ക്രിയാത്മകമായി നേരോടെ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഞാൻ ഒരു അഭിപ്രായം പറയുന്നു, അച്ഛനൊരു അഭിപ്രായം പറയുന്നു, ഡോക്ടർ ജോസ് ബി ഫിലിപ്പ് മറ്റൊരു അഭിപ്രായം പറയുന്നു. നമ്മൾ ഇതെല്ലാം കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചാനൽ മുറിയിൽ ഇരുന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ മീറ്റിംഗിൽ ഇരുന്ന് ഡിബേറ്റ് ചെയ്ത് തർക്കിച്ച് പരസ്പരം കലഹിച്ചിട്ട് വല്ല കാര്യമുണ്ട്? വല്ല തീർച്ചയായിട്ടും അത് കാര്യമുണ്ടോ? വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഓർഡിനൻസ് ആയിരുന്നു. കാരണം പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്ക് അവിടെ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. തീർച്ചയായിട്ടും ആ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഇതുപോലെയുള്ളൊരു തുറന്ന ട്രാൻസ്പെറൻസി ഇല്ല. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു വേറൊരു തരത്തിലുള്ള അന്വേഷണത്തിന് പാടില്ല എന്ന് ചിന്തിച്ചത്? എന്തായാലും മുഖ്യമന്ത്രി അതിനെ അത് ഗവൺമെൻറ്റിൻ്റെ നയമല്ല എന്ന് പറഞ്ഞതിൽ നമുക്ക് അവർക്ക് ആശ്വസിക്കാം. ഞാൻ അച്ഛനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഈ കോൺസെൻസസ് ഓഫ് ദി ലോക്കൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അത് എത്രമാത്രം ഇപ്പം എൻ്റെ വീട് എൻ്റെ കുടുംബം വിട്ട് ഞാൻ ഒരിക്കലും ആ സ്ഥലത്തുനിന്ന് പോവുകയില്ല. കാരണം അതെൻ്റെ എൻ്റെ ജന്മത്തിൻ്റെ എൻ്റെ ബാല്യകാലത്തിൻ്റെ എല്ലാ ഓർമ്മകളാണ്. അപ്പോൾ ഒരിക്കലും അവർക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെയുള്ളൊരു മഹാമാരി വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഈ റിപ്പോർട്ടുകൾ ഒക്കെ അതിനെയൊക്കെ നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെയുള്ളൊരു വളരെ ദുരന്തമായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് ചില ദൃശ്യങ്ങൾ വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ചങ്ക് പൊട്ടുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ അവിടുന്ന് കാണുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള അവസരങ്ങൾ അന്നേരം എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുന്നത്? ഇപ്പം പലരോടും അവിടുന്ന് മാറാൻ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നത് എന്തുമാത്രം ആളുകളെ ബോധവാന്മാരാക്കി എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള മാർഗങ്ങളില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഈ കോൺസെൻസും ആൾക്കാരുടെ കോൺസെൻസും പിന്നെ അതുപോലെ തന്നെ ഈ മാറ്റി താമസിപ്പിക്കാന്നുള്ളതും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയുന്നത്? ഓക്കെ, ഈ ദുരന്തത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് കൊടുത്തോ ഇല്ലയോ എന്നുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട്. അഥവാ ഇനി ദുരന്തത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് കൊടുത്താൽ പോലും ആ ദുരന്തത്തിന്റെ ആഘാതം ഇത്രമാത്രം ഉണ്ടാകുമെന്ന് മനുഷ്യർ ചിന്തിക്കുകയില്ല. ഇനി ഓരോരുത്തരും ചിന്തിക്കുന്ന അവരവരുടെ ഭാഗത്ത് സുരക്ഷിതമായിരിക്കും, അത്രയും വരികയില്ല എന്നൊക്കെയുള്ള കരുതലുകളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് ഏതെങ്കിലും ഒരു പ്രദേശത്തല്ല, എല്ലാ പ്രദേശത്തും. അതിനർത്ഥം ആ പ്രദേശത്തെയോ ആ മേഖലയിലെ ആളുകൾ ഉത്തരവാദികളായിട്ടല്ല, അത് പൊതുസമൂഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തപ്പെടുന്ന കാര്യമാണ്. ഇപ്പം ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് അത് പൊതുസമൂഹം മുഴുവനും അതിന് ഉത്തരവാദികളാണ്. അല്ലെ ഏതെങ്കിലും പ്രദേശത്തെ ആളുകൾ, ഏതാനും ചില ആളുകൾ മാത്രമൊന്നുമല്ല, പൊതുസമൂഹത്തിന്റെ. അപ്പൊ എന്താണ് ഇതിന്റെ പരിഹാരം എന്ന് ചോദിച്ചാൽ, നിയമങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി വേണ്ടത് വ്യക്തിപരമായ ഒരു മിതത്വത്തിലേക്ക് ആളുകൾ വരണം. ഓരോരുത്തരും ഈ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുമ്പോഴും അവനവന്റെ വ്യക്തി ജീവിതത്തിൽ എന്തുമാത്രം മിതത്വം പാലിക്കാൻ, എന്തുമാത്രം പ്രകൃതിക്ക് ആഘാതം വരുത്താതെ ജീവിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നുവോ, ലാളിത്യത്തോടുകൂടി ജീവിക്കാൻ തയ്യാറാകുന്നുവോ, അവിടെയാണ് ഈ പറയുന്ന പ്രകൃതിയുടെ ഈ ആഹാരം കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സമൂഹത്തിൽ അത് നടക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഉത്തരവാദില്ല. ഇപ്പോൾ ഈ പറയുന്ന വയനാട്ടിൽ വലിയൊരു ദുരന്തം നടന്നെങ്കിൽ അതിന് ഞാനും ജോസ് സാറും നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് അനിൽ ബോസും എല്ലാം ഉത്തരവാദികളാണ്. കാരണം നമ്മളെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടേതായ ഒരു ഷെയർ. അത് ആഗോള സമൂഹം ഷെയർ ചെയ്തിട്ടുണ്ട്. അത് മാറ്റാൻ എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് നിയമം ഉണ്ടാക്കിക്കൊണ്ട് മാറ്റാൻ സാധിക്കുമോ എനിക്കറിഞ്ഞുകൂടെ. പക്ഷെ ഒരു ലൈഫ് സ്റ്റൈലിൽ, ജീവിതശൈലിയിൽ മാറ്റം വരാതെ ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടായില്ല. അത് ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിക്കും എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രദേശത്തെ ആളുകൾ മാത്രമായി ചിന്തിച്ചാലും പോരാ. ഇത് പലപ്പോഴും മത്സരങ്ങളുടെ ലോകത്തിലാണ് ജീവിക്കുന്നത്. വികസനം എന്ന് പറഞ്ഞ് യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാത്ത, യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാത്ത, നാളെയെക്കുറിച്ച് ചിന്തയില്ലാത്ത വികസനമാണ് എല്ലായിടത്തും നടക്കുന്നത്. ഓരോരുത്തരും അവനവന്റെ സൗകര്യങ്ങളെക്കുറിച്ചുള്ള ഭയങ്കരമായ ശ്രമത്തിലാണ്.
അതിന്റെ അതിന്റെ ഭാഗമായിട്ട് പോകും. വികസിത രാജ്യങ്ങളെ സംബന്ധിച്ച് അവരവരുടെ സൗകര്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കുക, ഒരു വീതം മാറ്റിവെക്കും പരിസ്ഥിതി സംരക്ഷിക്കുക. അത് ഏതെങ്കിലും പാവപ്പെട്ട ജനത്തിന്റെ തലയെ കൊണ്ടേ കെട്ടിവെക്കും. അങ്ങനെ കെട്ടിവെച്ച് പരിസ്ഥിതി സംരക്ഷിക്കാൻ ശ്രമമാണ് ആഗോളതലത്തിൽ നടക്കുന്നത്. പല ഉച്ചകോടികൾ നടക്കുന്നതാണ്. വ്യക്തിപരമായി യൂറോപ്പിലെയും അമേരിക്കയിലെയും ഏഷ്യയിലെയും ഓസ്ട്രേലിയയും ഉൾപ്പെടെയുള്ള ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളിലെ ജനങ്ങൾ ഓരോരുത്തരും എങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ മിതത്വത്തിന് തയ്യാറാകുന്നു, പരിസ്ഥിതിക്ക് ഏൽപ്പിക്കുന്ന ആഘാതം കുറയ്ക്കാൻ തയ്യാറാകുന്നു. അതിന് ഓരോ പ്രവർത്തനങ്ങളിൽ മിതത്വം വേണം. നമ്മുടെ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗത്തിൽ മിതത്വം വേണം. പ്രകൃതിയിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങളുടെ കാര്യത്തിൽ കുറവ് വരണം. ഇതിന് മാറ്റം വരാതെ ഈ പ്രസംഗങ്ങൾക്കൊന്നും ഒരു കാര്യമില്ല. നിയമങ്ങളോ റിപ്പോർട്ടുകളോ നടപ്പിലാക്കിയാലൊന്നും പരിസ്ഥിതി സംരക്ഷിക്കാൻ പറ്റിയില്ല. ആരുടെയെങ്കിലും തലയിൽ കെട്ടി ഏൽപ്പിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാനും പറ്റിയില്ല. ഇതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പൊ ഇത് ഗൗരവമായി ജനം ഏറ്റെടുക്കണം. വ്യക്തിപരമായി ഓരോരുത്തരും ഏറ്റെടുക്കാൻ തയ്യാറാണ്. അങ്ങനെ മാത്രമേ സാധിക്കുകയുള്ളൂ. എവിടെയെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഞങ്ങത്തടിച്ച് കരയും, നിലവിളിക്കും. കുറേ ആളുകൾ സഹായം അവിടെ എത്തും, അവരെ പ്രചോദിപ്പിക്കാൻ ശ്രമം നടത്തും. പക്ഷേ ഇതിനിടയിൽ അടുത്ത സ്ഥലത്ത് ദുരന്തം ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. ഇത് കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ മാത്രമല്ല. അഡ്വക്കേറ്റ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉത്തരാഖണ്ഡിലും ബീഹാറിലും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലും അതുപോലെ തായ്ലൻഡിലും ഗൾഫിലും അതും ഇന്തോനേഷ്യയിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുക. ലോകത്തിൽ പല ഭാഗം മാറി വേണം നടന്നുകൊണ്ടിരിക്കുക ഭീകരമായ ദുരന്തങ്ങൾ. അപ്പൊ നമ്മൾ സഹതപിക്കുക, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാതെ അതേപടി മുമ്പോട്ട് പോവുക. ഈ ഒരു രീതിയാണ് ഇപ്പോൾ പൊതുവെ കാണുന്നത്. അതിന് മാറ്റം വരാതെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഈ വിഷയങ്ങൾ അഥവാ പ്രകൃതി കേൾക്കുന്ന ഈ ആഘാതം കുറയ്ക്കാൻ സാധിക്കുകയില്ല. അഡ്വക്കേറ്റ് അനിൽ ബോസ്, അതായത് നമ്മൾ 2018 പ്രളയം വന്നു. അപ്പോൾ നമ്മളുടെ ആ ജനത എപ്പോഴും ഒത്തൊരുമിച്ച് നമുക്കറിയാം അതിനെ നേരിട്ടത്. അപ്പോൾ നമ്മൾ വളരെ കഠിനമായിട്ടുള്ള നല്ല ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന സാഹോദര്യമുള്ള ഒരു ജനതയാണ് നമുക്ക് പറയാം. അതുമാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് ഇവിടെ വയനാട്ടിൽ എത്രയോ ആളുകൾ ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് എത്തിയിരിക്കുന്നു. പല പ്രൈവറ്റ് അസോസിയേഷനുകൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ ഒരു നമ്മളുടെ ആ ഒരു ഒത്തൊരുമിക്കലിൻ്റെ ഒരു ലക്ഷണമാണ്. എന്നാൽ ഇത് കൂടുതലായിട്ട് ഇതുപോലെയുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം പ്രതിവിധികളാണ് ചെയ്യാനുള്ളത്? കാരണം ഈ അപകടം വന്നു കഴിയുമ്പോൾ എല്ലാവരും കൂടെ ഓടിക്കൂടി, കാരണം എത്രയോ കൊച്ചുകുട്ടികൾ അവിടെ അവരുടെ സ്വപ്നങ്ങൾ തകർന്നിരിക്കുന്നു, എത്രയോ കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്നിരിക്കുന്നു, എത്രയോ ജീവിതങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് അവർക്ക് പോകേണ്ടതായിട്ട് വന്നു. ഇതിനൊക്കെ ഒരു വലിയ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ നിങ്ങളൊക്കെ ഒരു പാർട്ടിയിലെ വലിയ സ്ഥാനങ്ങളൊക്കെ ഇരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് എന്തെല്ലാം രൂപകൽപ്പനകൾ നമുക്ക് നൽകാൻ പറ്റും നമ്മുടെ ജനതയ്ക്ക് വേണ്ടി? അല്ല, ഇതിൻ്റെ അകത്ത് കേരളത്തിൽ ഇപ്പം നമുക്ക് വന്നിട്ടുള്ള പ്രളയം എടുത്താലും കോവിഡ് കാലം എടുത്താലും ഇപ്പോൾ പിന്നെ വന്ന കവളപ്പാറ സംഭവമാണെങ്കിലും വയനാട്ടിലെ സംഭവമാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ ജാതി മതവും കൊടിയുടെ നിറവും രാഷ്ട്രീയവും നോക്കാതെ നമ്മുടെ ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ടോ എന്നുള്ളത് സത്യം. പക്ഷെ 10 ദിവസം കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താ? നമ്മൾ ഈ ഒരു സഡൻ മൂവ്മെന്റ് എന്നുള്ള നിലയിൽ വളരെ വൈകാരികമായി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. പ്രത്യേകിച്ച് സെന്റിമെന്റ്സിന്റെ അഗ്രഗണ്യന്മാരാണ് ഇന്ത്യക്കാർ മൊത്തത്തിൽ. അതിൽ പ്രത്യേകിച്ച് കേരളം സെന്റിമെന്റ്സ് ആണ്. എല്ലാ കാര്യത്തിലും അധികം സെന്റിമെന്റ്സ് എല്ലാവർക്കും ഉണ്ട്. ഇന്ത്യയിൽ ആകമാനം സെന്റിമെന്റ്സ് ഉണ്ട്. ഇമോഷൻസ് ആണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അതിന്റെ ശരി തെറ്റുകളൊന്നും നമ്മൾ നോക്കാറില്ല. ആ ഇമോഷൻസ് നിയന്ത്രിക്കുന്ന ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് കേരളം. അതിൻ്റെ അകത്ത് നമ്മുടെ പുതിയ തലമുറ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, പ്രായഭേദമന്യേ ഉള്ള ആളുകൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്, അഭിമാനകരമാണ്. ആ കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. ഈ ഗുഡ് വില്ല് നമുക്കെങ്ങനെ അല്ലാത്ത സന്ദർഭങ്ങളിൽ ഇത്തരം കാര്യങ്ങളെ മുൻകൂട്ടി പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ നമ്മൾ തിരിച്ചറിവില്ലാതെ പ്രവർത്തിക്കാൻ പാടില്ല. ഞാൻ അതാണ് പലവട്ടം ഇപ്പോൾ ചർച്ചയിൽ പല തവണ ഞാൻ ആവർത്തിച്ചു. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സമീപനം, ഭരണ നേതൃത്വത്തിന്റെ സമീപനം മാറണം. അത് മാറി എന്ന് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്ന പിന്നെ സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ആളുകളെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ മനസ്സുള്ള ഒരു സമൂഹത്തിന് തോന്നണം. അവർ ചെയ്യുന്ന ഇപ്പോൾ ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ കാണിക്കുന്ന ഇച്ഛാശക്തി പോലെ അത്രയും സുതാര്യവും അത്രയും ആത്മാർത്ഥതയും നിറഞ്ഞതാണ് അവരെ നയിക്കുന്നവരുടെ നിലപാടുകളും എന്ന് തോന്നണ്ടേ?
സംശയമില്ലാത്തൊരു സമീപനം ഭരണം നടത്തുന്നുണ്ടാവില്ല. നമ്മളെ എതിർക്കും. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ ഞാൻ LDF അല്ലല്ലോ, ഞാൻ UDF ആണ്, കോൺഗ്രസ് ആണ്. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലെ കേരളത്തിന്റെ മന്ത്രി അല്ലെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്റെ പാർട്ടിക്കാരനല്ല. പക്ഷെ പറയുന്നത് വിശ്വസിക്കാൻ കഴിയാവുന്ന, പറയുന്നത് കറക്റ്റ് ആയിരിക്കും. ഇവിടെ പലപ്പോഴും പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും രണ്ടായി പോകുന്നത് കൊണ്ടാണ് ഇത്രയും ആത്മാർത്ഥതയുള്ളൊരു സമൂഹം. അതാണ് അങ്ങ് പറഞ്ഞത്, അഭിനന്ദിക്കണം, അവരെ ഭയങ്കര മാതൃകയാണെന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയുള്ളൊരു സമൂഹം എന്തുകൊണ്ട് ഇവരെ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല? ഇത്തരം ദുരന്തങ്ങളിൽ സ്വമേധ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? സിസ്റ്റത്തിന്റെ വിശ്വാസ്യത ഒരു വലിയ ഘടകമാണ്. ആ സിസ്റ്റത്തിന്റെ വിശ്വാസ്യത അതിന് ഏത് പാർട്ടി, ഞാൻ ഓപ്പണായിട്ട് അങ്ങ് പറയുകയാണ്, ഏത് പാർട്ടി, കോൺഗ്രസ് ആവട്ടെ, UDF ആകട്ടെ, CPM ആകട്ടെ, LDF ആകട്ടെ, BJP ആവട്ടെ, NDA ആകട്ടെ, ഏത് മുന്നണി രാഷ്ട്രീയമല്ല ഞാൻ പറയും, ഒരു നിലപാട് ഒരു വിഷയത്തിൽ എടുക്കുന്ന വിഷയത്തിൽ നമ്മൾ മുൻഗണനാ ക്രമങ്ങൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അതിനുവേണ്ടി നമ്മൾ ഒരു തീരുമാനമെടുത്താൽ അത് പ്രാവർത്തികമാക്കാൻ നമ്മുടെ പ്രവൃത്തി സിൻസിയർ ആണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണ്ടേ? ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി വരുന്നതിൽ പലപ്പോഴും വഴിതെറ്റി പോകുന്നത് കൊണ്ടാണ് ഇന്ന് ഇതിനെയൊക്കെ ആളുകൾ തിരസ്കരിക്കുന്നത്. നേരത്തെ രീതിയാണ്. ഞാൻ ചോദിക്കട്ടെ, സഭാ മേലധ്യക്ഷന്മാരെ എടുക്കാം, അവർക്ക് നൽകിയിരുന്ന ഒരു ആദരവ്, മന്ത്രിമാർക്ക് നൽകിയിരുന്ന ഒരു ആദരവ്, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് നൽകിയിരുന്ന ആദരവ്, പുതിയ തലമുറ എത്രത്തോളം ഇവർക്കെല്ലാം ഈ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും, മറ്റു മതപണ്ഡിതന്മാരൊക്കെ ആവട്ടെ, സാമുദായിക സംഘടനാ നേതാക്കൾക്കാവട്ടെ, എത്രത്തോളം നഷ്ടപ്പെട്ടിരിക്കുന്നു? പഴയ റെസ്പെക്ട് കിട്ടുന്നുണ്ടോ? എന്താ കിട്ടാത്തത്? മനഃപൂർവ്വം ഇവർ ചെയ്യുന്നു എന്നല്ല. അതാണ് ഫാദർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ജീവിതക്രമത്തിൽ നമ്മൾ മാറ്റം വരുത്താതെ, സ്വഭാവ സവിശേഷത എന്ന് പറയുന്ന ഒരു കാര്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്താതെ, ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വിരൽ ചൂണ്ടി ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുടെ തലയിൽ നമ്മുടെ കഴിവുകേടുകൾ കെട്ടിവെക്കാൻ പറ്റും. പക്ഷെ അതൊന്നും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഒരു പോസിറ്റീവായ സമീപനം വ്യക്തി ജീവിതത്തിൽ നമുക്കുണ്ടാകുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ നയിക്കുന്ന എല്ലാ വിഭാഗം, ഏതൊക്കെ ഭാഗത്തു നിന്നാണോ സമൂഹത്തെ ഗൈഡ് ചെയ്യുന്നത്, അവരെല്ലാവരും ആ തലത്തിലേക്ക് വരണം. അത് വെറുതെ നമ്മളൊരു ചർച്ചയിലിരുന്ന് പറഞ്ഞാൽ ഉടനെ വരത്തില്ല. അതിനൊരു, ശരിക്കും പറഞ്ഞാൽ അതിന് വലിയൊരു ടാസ്ക്കാണ്. അത് ചെറിയ കാര്യമല്ല. പക്ഷെ നമുക്ക് വരാൻ കഴിയും എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം നമ്മൾ പറയാം. നമ്മൾ സാക്ഷരതാ പ്രസ്ഥാനം വന്നില്ല, അത് ഒരു 100% വിജയമല്ലെങ്കിലും, നമ്മൾ പറയുമ്പോൾ 100% വിജയം എന്ന് പറഞ്ഞാലും വ്യക്തിപരമായി വിലയിരുത്തിയാൽ നമ്മളൊരു 60, 65%, 70% നമ്മൾ വിജയിച്ചു. നമ്മളങ്ങനെ ഏതൊക്കെ കാര്യങ്ങൾ റിസ്ക് എടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ വിജയിച്ചിട്ടുണ്ടെന്ന്. ഇപ്പം അവിടെ പുനരധിവാസം, വയനാട്ടിൽ പുനരധിവാസം വരുന്നു. പണം കൊടുക്കുന്നതിന് ആർക്കെങ്കിലും മടിയുണ്ടോ? 100 വീട് കൊടുക്കുന്ന, ഇന്നിപ്പോ രാഹുൽ ഗാന്ധി 100 വീടിലധികം കൊടുക്കുന്നുണ്ട്. 100 വീട് കൊടുക്കാൻ, 1000 വീട് കൊടുക്കാൻ ആളുകൾ റെഡിയായി നിൽക്കുകയാണ്. 1000 വീട് കൊടുക്കാൻ ആളുകൾ റെഡിയായി നിൽക്കുകയാണ്. അതൊരു പാർട്ടിയുടെ അല്ല ഞാൻ പറയുന്നത്, വ്യക്തികൾ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അവർക്കൊക്കെ മനസ്സുണ്ട്. ഞാൻ പറഞ്ഞത്, ഈ പണം കൊടുക്കാൻ മനസ്സുള്ള, സഹായിക്കാൻ മനസ്സുള്ള, ഈ രക്ഷാപ്രവർത്തനം നടത്താൻ മനസ്സുള്ള ഒരു സമൂഹത്തെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് ക്രിയാത്മകമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കോഴിക്കോടിന്റെ അവസ്ഥ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ ഇതുപോലെയുള്ള പൊതു ലക്ഷ്യങ്ങളിൽ, പൊതു കാര്യങ്ങളിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അങ്ങനെ എടുക്കണമല്ലോ. എടുക്കാൻ കഴിയുമെന്ന് ഇനി കേരളത്തിന്റെ ആംഗിളിൽ മാത്രം സംസാരിച്ചാൽ, കേരളത്തിൽ പൗരത്വ നിയമം വന്നപ്പോൾ സഭ ഐകകണ്ഠേന പ്രമേയം പാസ്, കർഷക സമരം വന്നപ്പോൾ ഐകകണ്ഠേന പ്രമേയം പാസ്സായി. അങ്ങനെ പ്രമേയം പാസ്സാക്കുക എന്ന് പറയുന്ന ഒരു ഫോർമാലിറ്റി, ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? ഒരു നാടിന്റെ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണം. കാരണം നമുക്ക് വിശ്വാസമുള്ള, നമ്മളുടെ ഭരണഘടനയിൽ നമുക്ക് വിശ്വാസമുള്ളത്, അവിടെ ഭരിക്കാൻ വരുന്നവർക്ക് നമ്മളെ സംരക്ഷിക്കാൻ കഴിയണം. അപ്പം അതാണ് ഇപ്പം നമ്മളിപ്പോൾ ഇന്നലെ മുതൽ പറയാവുന്ന ഒരു കാര്യം. ഇപ്പം മുഖ്യമന്ത്രിയുടെ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കാകപ്പാടെ വിശ്വസിക്കാൻ പറ്റുന്ന നമ്മളുടെ തന്നെ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊന്നും നമുക്ക് വിശ്വാസം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ഇപ്പം എനിക്കറിയാം, ഞാൻ വഴിത്തലയിൽ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ, ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് അതിൻ്റെ മുകളിൽ
ഒരു കോറ മുതലാളിയുണ്ട്. അപ്പോൾ ആ പ്രദേശത്തൊക്കെ അദ്ദേഹം എല്ലാം മേടിച്ച ശേഷം അദ്ദേഹത്തെ ഒരിക്കലും അതിനെതിരായിട്ടുള്ള എന്താണ് പരാമർശങ്ങൾ പോയിട്ടുണ്ട്, റിപ്പോർട്ടുകൾ പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ ശക്തനായിരുന്നു. ഭരണത്തിൻ്റെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള ആ ഒരു ബലമുള്ളതുകൊണ്ട് അദ്ദേഹം ജയിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള പല പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ട് ഇതുപോലെയുള്ള പൊതു ലക്ഷ്യങ്ങൾ ഇല്ലാതായി പോകുന്നു. അത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിച്ചത്. അപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളുടെ ഇപ്പോഴത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ നമ്മുടെ ഗവൺമെന്റിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ഗവൺമെന്റ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നാണോ അച്ഛനും പറയുന്നത്? തീർച്ചയായിട്ടും ഗവൺമെന്റുകൾ ഏത് ഗവൺമെന്റ് ആയാലും ഏത് മുന്നണി മാറി വന്നാലും ഗവൺമെന്റുകൾ ഇക്കാര്യങ്ങളിൽ ഗൗരവമായ സമീപനങ്ങൾ ഉണ്ടാകണം. പാർശ്വവൽക്കരിക്കുന്ന സമീപനം പാടില്ല. ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളുടെ തലയിൽ കെട്ടിവെച്ച് പരിസ്ഥിതി രക്ഷിക്കാൻ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞാൽ അവരെ ശ്വാസം മുട്ടിക്കുന്ന പരിപാടി പറ്റിയല്ല. അത് വന്നാൽ അതിന് തീർച്ചയായിട്ടും എതിർക്കും. എന്നാൽ പൊതുവായി എല്ലാവരും ചേർന്ന് ഒരു പൊതു സമീപനം, ഒരു പൊതു നിലപാട് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒരു കാര്യം കൂടി അവസാനിക്കുന്നതിന് മുമ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ പ്രളയം വരുമ്പോഴും അത് ഗാഡ്ഗിൽ നടപ്പാത്തതുകൊണ്ട്, കസ്തൂരിരംഗൻ നടപ്പാത്തതുകൊണ്ടാണ് എന്ന് ചർച്ച കൊണ്ടുവരുന്നത് വെറും തരം താണം നിലവാരമില്ലാത്ത ഒരു പ്രചരണവും ഒരു വാദവുമാണ്. അതല്ല വേണ്ടത്. ക്രിയേറ്റീവായിട്ട് സമൂഹത്തിലെ പരിസ്ഥിതിയുള്ള ആഭിമുഖ്യം മാറ്റിയെടുക്കാനുള്ള നയപരിപാടികളും പൊതുവായ സമീപനങ്ങളുമാണ് വേണ്ടത്. എല്ലാവരും ചേർന്നതിന് തയ്യാറാകണം. അങ്ങനെയേ നമുക്ക് കുറച്ചെങ്കിലും ഈ ആഘാതം കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ വളരെ മുമ്പോട്ട് പോവുകയാണ്. ഈ വികസനത്തിന്റെ പേരിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി മുമ്പോട്ട് പോകുമ്പോൾ അതിന് ആഘാതങ്ങളാണ് പ്രകൃതി തന്നെ തിരിച്ചടിക്കുന്നത്. അത് ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ ജാഗ്രതയോടെ ജീവിച്ചാൽ നമുക്ക് തന്നെ നല്ലത്. അതിന് ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടെ മിതത്വം പാലിക്കാൻ തയ്യാറാകണം എന്ന തീരുമാനം എനിക്ക് പറയാനുള്ളത്. ഓരോരുത്തരും അങ്ങനെ തയ്യാറായാൽ മാത്രം മാറ്റം വരികയുള്ളൂ. സർക്കാരുകൾ പൊതുവായ സമീപനങ്ങൾ ഉണ്ടാക്കി നടപ്പിലാക്കാൻ തീർച്ചയായിട്ടും ഒരുമിച്ച് ശ്രമിക്കണം. അഡ്വക്കേറ്റ് അനിൽ ബോസ്, അപ്പോൾ ഈ പറയുന്ന ദുരിതർ അനുഭവിക്കുന്നവർക്ക് കൂടുതൽ സഹായങ്ങൾ ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ അവരെ പുനരധിവസിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും നടക്കട്ടെ. അത് പാർട്ടി ബേസിൽ സഭയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ മനുഷ്യരും ആത്മാർത്ഥമായിട്ട് അതിൽ സഹകരിക്കുവാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങ് ഇതിന് എന്തെങ്കിലും പറയാനുണ്ടോ കൂടുതലായിട്ട്? അല്ലെ, ഞാൻ പറയാൻ വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ കംപ്ലീറ്റ് ചെയ്യാതെ പോയൊരു കാര്യം. ഇപ്പം വയനാടും ഇടുക്കിയും ചർച്ച ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഉള്ള ഒരു പ്രദേശമാണല്ലോ എൻ്റെ നാട്, കുട്ടനാട്. ഞാൻ പറഞ്ഞത്, നമ്മൾ പറയുന്നത് കുട്ടനാടിന്റെ പ്രകൃതി ഭംഗി നിലനിർത്തും. പക്ഷെ കുട്ടനാട്ടിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെ ആഗ്രഹം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്താ? വെള്ളക്കെട്ടാൽ ചുറ്റപ്പെട്ട കുട്ടനാട്ടിൽ വള്ളവും ബോട്ടും മാത്രം ആശ്രയമുള്ള ഒരു സമൂഹം, വളരെ സുന്ദരമായ ജീവിത ശൈലി പോയിക്കൊണ്ടിരുന്ന, ആറ്റിൽ കുളിച്ചും ആറ്റിൽ നിന്നും മീൻ പിടിച്ചും ആറ്റുവക്കത്തിരുന്ന് തുണി കഴിയും ജീവിച്ചിരുന്ന ഒരു സമൂഹം. ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്ത് വള്ളത്തിലിരുന്ന് കൈകാറ്റിലെ വെള്ളം കോരി കുടിക്കുന്ന ഓരോ നിമിഷങ്ങൾ, സുന്ദരമായ നിമിഷങ്ങൾ നമ്മൾ ഓർക്കും. പക്ഷെ ഇന്നത്തെ സ്ഥിതി, ഇന്നിപ്പോ എല്ലാ മനുഷ്യരും, നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയും. അവർക്ക് എല്ലാവർക്കും ആവശ്യം അവരുടെ വീട്ടുമുറ്റത്ത് വാഹനം. അങ്ങനെ വാഹനം എത്തണമെന്ന ആവശ്യത്തിലേക്ക് വരുമ്പോൾ പരിസ്ഥിതിയും പ്രകൃതിയും പിന്നെ ജീവിതശൈലിയും ഒക്കെ നമുക്ക് പറയാൻ കൊള്ളാമെന്ന്. അവരവരുടെ വീട്ടിൽ വണ്ടി എത്തണം, അവർക്കൊരു ആശുപത്രിക്ക് ചെയ്തു വന്നാൽ പെട്ടെന്ന് വണ്ടിയിൽ കയറി പോകണമെന്ന ചിന്ത വന്നപ്പോൾ കുട്ടനാട്ടിൽ അത്യാവശ്യം 1-2 റോഡുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇനി കുട്ടനാട്ടിലെ ഒരു താലൂക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും വണ്ടി എത്തുന്ന സാഹചര്യം വളരെ ചുരുക്കം ചില സ്ഥലങ്ങൾ ഒഴിച്ചു. അപ്പോൾ വരുന്ന കുഴപ്പം എന്താ? നീരൊഴുക്ക് തടസ്സപ്പെട്ടു. അതുപോലെ തന്നെ ഓരോ വരൾച്ച കാലയളവിലും ആറ്റിറങ്ങി കട്ട ചേടി പറമ്പിലെ തെങ്ങിൻ ചോട്ടിലിടും, പറമ്പ് പൊക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഭൂമി താഴുന്ന അറിയത്തില്ല. ഇപ്പൊ നോക്കിയാൽ നമുക്കറിയാം ഭൂമി താഴുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാ വർഷവും നടന്ന ഒരു പ്രക്രിയയാണ്. ആരും പറഞ്ഞു കൊടുക്കാതെ നമ്മൾ വരൾച്ചയാകുമ്പോൾ ആഴം കൂട്ടുമ്പോൾ കട്ട ചേടി പറമ്പ് ഉയർത്തും. അപ്പൊ പറമ്പ് സംരക്ഷിക്കപ്പെടുന്ന ഒരു വശത്ത്, മറുവശത്ത് ആറ്റിലെ എക്കലും ചെളിയും പറമ്പിലേക്ക് നല്ല വിഭവസമൃദ്ധമുള്ള വിള നൽകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് മാറുകയും വരുന്ന ഏത് മലവെള്ളപ്പാച്ചിലും സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. ഇന്നതില്ല. അതാണ് പ്രശ്നം. 2 മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ വരുന്നു. ഇപ്പം പമ്പയിൽ നിന്നോ മരാമണിൽ നിന്നോ വരുന്ന വെള്ളം, ആ വെള്ളം അച്ചൻകോവിൽ നിന്നോ വരുന്ന വെള്ളം വന്ന് കൊണ്ട് കുട്ടനാട്ടിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും. ഇപ്പോഴും സ്റ്റോർ ചെയ്യാൻ കഴിയും. എന്താ പ്രശ്നം? ഇപ്പോഴത്തെയും പ്രശ്നം എന്താ? ഈ വരുന്ന മുഴുവൻ വെള്ളവും ഈ ദുരന്തങ്ങൾ ഒഴിവാക്കി തടയാൻ കഴിയുന്ന ഒരു സേഫ്റ്റി പോയിന്റ് ആണ്
വേമ്പനാട്ട് കായലും കുട്ടനാടും ഒക്കെ. പക്ഷെ പ്രശ്നം ഒരു ചാൺ വ്യത്യാസം മാത്രമേ വെള്ളമുള്ളൂ. ബാക്കിയെല്ലാം എക്കലും ചെളിയും കാലാകാലങ്ങളിൽ ചെയ്തിരുന്ന പ്രകൃതിദത്തമായി ചെയ്തിരുന്ന ഈ ശുദ്ധീകരണ പ്രക്രിയ പോലെ, പറമ്പുയർത്തൽ പോലെ, കൃഷി സംരക്ഷണം പോലെ കട്ട ചെയ്തി മാറ്റിയിരുന്നത് ആരും മാറ്റുന്നില്ല. കല്ലുകെട്ടുകളായി, കോൺക്രീറ്റ് കെട്ടിടങ്ങളായി, റോഡുകളായി, ഇടത്തോടും ചാലുകളും എല്ലാം കലിങ്ക് വിട്ട്, പാലവും ഇട്ട് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി അത് ഒഴുക്ക് തടഞ്ഞു. തോട് വൃത്തിയാക്കൽ മാറി. ഇപ്പൊ നമ്മുടെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന യാർഡായി. എല്ലാ ഇടത്തോടുകളും പൊതുത്തോട് മാറിയിട്ട് മഴ പെയ്ത് 2 ദിവസം കൊണ്ട് വെള്ളം പൊങ്ങി കഴിയുമ്പോൾ അയ്യോ വെള്ളപ്പൊക്കമാണ്, ഫ്ലഡ് ആണെന്ന് പറഞ്ഞ് പേടിച്ചോടിയിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെയാണ് ആ ഒരു സ്ഥലം മാത്രം എടുത്ത് ഞാൻ പറഞ്ഞാൽ, ഇതുപോലെ ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകത ഉള്ളൂ. ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് വരുമ്പോൾ ഈ സമയത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ യാത്ര ചെയ്ത് വരുമ്പോൾ വഴിയെ പോകുമ്പോൾ റോഡ് മുഴുവൻ പ്ലാസ്റ്റിക്കിലെ വേസ്റ്റ് കൊണ്ട് ആളുകൾ ബൈക്കിൽ വലിച്ചെറിഞ്ഞിട്ട് പോയിരിക്കുക. മനസ്സിലായില്ലേ? അപ്പം അതിൽ തുടങ്ങുന്ന തെറ്റുകളാണ് നമ്മളുടെ സമൂഹം അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു മാനസികമായ കാഴ്ചപ്പാടിലേക്ക് ഓരോരുത്തരും വരിക എന്നുള്ളത് ഗൗരവതരമായ കാര്യമാണ്. അത് വന്നില്ലെങ്കിൽ വീണ്ടും പ്രത്യാഘാതങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും ഞാൻ പറയുന്നു, മറ്റേത് വിഷയത്തെക്കാൾ ഒന്നാം പരിഗണനയായി, പ്രൈം ഇമ്പോർട്ടന്റ് മാറ്ററായി പ്രകൃതിയും എടുത്തുകൊണ്ട് മാത്രമേ നമുക്കിന് മുന്നോട്ടുള്ളൂ. പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ആ വിഷയത്തിന് ഊന്നൽ നൽകാതെ മുന്നോട്ട് പോയാൽ ഈ ദുരന്തമല്ല, ഇതിനേക്കാൾ അപ്പുറമുള്ള ദുരന്തങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ നന്ദി. ഈ നമ്മളുടെ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കല്, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് അനിൽ ബോസ്. കാരണം ഇന്നത്തെ ഒരു ചർച്ച എനിക്ക് തോന്നുന്നത് ഒരു ആഗോളമായിട്ടുള്ള ഒരു ഗ്ലോബൽ വിഷൻ നമുക്ക് നൽകുവാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ജന്മനാട് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന പരിതസ്ഥിതി എന്ന് പറയുന്നത് അത് നമ്മളുടെ തന്നെ ജീവിതമാണ്, നമ്മളുടെ വികാരമാണ്, നമ്മളുടെ ഓർമ്മകളാണ്. അപ്പോൾ അതിനെ കാത്തു സൂക്ഷിക്കേണ്ടത് ഇന്നത്തെ ഈ ചർച്ചയിൽ സെബാസ്റ്റ്യൻ അച്ഛൻ പറഞ്ഞതുപോലെ, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് അനിൽ ബോസ് പറഞ്ഞതുപോലെ ഓരോരുത്തരും അതിനകത്ത് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കണം. അതോടൊപ്പം ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഓരോ മനുഷ്യരും പ്രത്യേകിച്ച് ശ്രമിക്കേണ്ടതാണ്. അവരുടെ രീതിയിൽ നമ്മളുടെ പൊതു ഭരണ മേഖലകളിൽ കൂടുതൽ അവബോധം ജനങ്ങളിലേക്ക് ഉണ്ടാകുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ എപ്പോഴും ജനങ്ങളോട് കൂടെ ആയിരിക്കുവാൻ നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് ആശംസിക്കാം. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത സെബാസ്റ്റ്യൻ അച്ഛനും അഡ്വക്കേറ്റ് അനിൽ ബോസിനും പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.